ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരുളി കണ്ണിനക്ക് പൂവരശു പൂത്ത കണക്കനി അഞ്ചുന്ന ചേലനക്ക് നട 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 കണ്ടെത്തിയ മുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല് ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരുളി കണ്ണിനക്ക് പൂവരശു പൂത്ത കണക്കനി അഞ്ചുന്ന ചേലനക്ക് നട 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 കണ്ടെത്തിയ മുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. നമസ്കാരം, മെഴ്സിലീസ് ഐസ്ക്രീം മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർക്കാണല്ലേ ഐസ്ക്രീം ഇഷ്ടമല്ലാത്തത്? ഈ ഐസ്ക്രീം വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഡിഷുകൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് മെഴ്സിലീസ് ഐസ്ക്രീം കൊണ്ട് ഇവിടെ ഒരു മാജിക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ടു മെഴ്സിലീസ് ഐസ്ക്രീം മാജിക്. ഈ ഡിഷൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ മാത്രം പോരല്ലോ, നമുക്കൊരു ഷെഫും കൂടെ വേണ്ടേ? അപ്പൊ നമുക്ക് നമ്മുടെ മെഴ്സിലീസിന്റെ തന്നെ ഷെഫായിട്ടുള്ള ഷെഫ് വിഷ്ണുവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം വിഷ്ണു. ഹലോ ഹലോ, നമസ്കാരം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഷെഫ് വിഷ്ണു അപ്പൊ മെഴ്സിലീസിന്റെ സ്വന്തം ഷെഫാണ്. അതെ. എനിക്ക് ആദ്യമായിട്ടുള്ളൊരു ഐഡിയ ആയിരുന്നു ഈ ഐസ്ക്രീം വെച്ചിട്ട് ഇത്രയും ഡിഷ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം. സാധാരണ നമ്മൾ ഐസ്ക്രീം ഡയറക്റ്റ് കഴിക്കില്ല ചെയ്യാം. ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ്, ആ ഐസ്ക്രീമിൽ വെച്ചിട്ടുള്ള ഡിഷുകൾ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് മെഴ്സിലീസിന്റെ ഐസ്ക്രീം ആണ് വേൾഡിലെ തന്നെ ആദ്യത്തെ പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക് ഐസ്ക്രീം എന്നുള്ളത്, അല്ലേ? ആൻഡ് മിൻസിൽ അത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക് ഈ ഒരു ഐസ്ക്രീമിലേക്ക് വരുമ്പോൾ? പ്രോബയോട്ടിക്കിന്റെ ജോലി എന്ന് പറയുന്നത് നമുക്ക് കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള മൈക്രോ ന്യൂട്രിയൻസിനെ ശരീരത്തിലോട്ട് അബ്സോർവ് ചെയ്യുക എന്നുള്ളതാണ്. നേരെ മറിച്ച് പ്രീബയോട്ടിക് ഫൈബർ എന്ന് പറയുന്നത് ഫൈബർ ആയതിന്റെ എല്ലാ ഗുണങ്ങളുണ്ട്, പിന്നെ പ്രോബയോട്ടിക്സിനെ ഹെൽത്തിയായി കീപ്പ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് മെക്കാനിസം കൂടി പ്രോബയോട്ടിക് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോബയോട്ടിക്കിന്റെ ഫുഡാണ് പ്രീബയോട്ടിക് എന്ന് പറയുന്നത്. അതും കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഓരോ ടബിന്റെ പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഡീറ്റെയിൽസ് ആയിട്ട്. ഓ, നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇതിനകത്തെല്ലാം. അപ്പം നിങ്ങൾക്ക് എടുത്ത് വായിച്ചു നോക്കണം. ഡയറ്ററി ഫൈബറിനും പ്രോബയോട്ടിക് കൾച്ചറും ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നതിന് തൊട്ട് മുന്നേ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിക്കാനായിട്ടുണ്ട്. നമ്മുടെ ഉപ്പുമുളകിലെ നമ്മളുടെ സ്വന്തം പാറുക്കുട്ടി. ലെറ്റ്സ് വെൽക്കം പാറുക്കുട്ടി. ഇരിക്കുന്നതാണല്ലേ സൗകര്യം നമുക്ക്. ഷെഫ് ചേട്ടൻ പരിചയപ്പെട്ടോ? നമുക്കൊന്ന് റെഡ് വെൽവെറ്റ് ഐസ്ക്രീം വെച്ചിട്ട് റെഡ് വെൽവെറ്റ് ഫ്രാപ്പേ ഉണ്ടാക്കാം. റെഡ് വെൽവെറ്റ് ഇഷ്ടമാണോ? ഈ റെഡ് വെൽവെറ്റിന്റെ ഒരു കഥയുണ്ട്. അതിന്റെ കളറിന് വോൾഗാനിക് റീജിയൻസ് ആയ എത്യോപ്യ, ഗോട്ടിമാല, ആ സ്ഥലങ്ങളിലൊക്കെ വളർന്നിരുന്ന ഒരു പ്രത്യേക തരം കോഫി ബീൻസ് ഉണ്ട്. അതിൽ നിന്നുള്ള കോഫി ബീൻസിന്റെ കളറായിരുന്നു ഒറിജിനൽ റെസിപ്പിയിൽ യൂസ് ചെയ്തിരുന്നു റെഡ് വെൽവെറ്റിന്റെ. അത് തന്നെയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച്, ആ ഒറിജിനൽ റെസിപ്പി അതിന്റെ ഫ്ലേവറും കളറും റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള ബ്രാൻഡുകൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനോട് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നീതി പുലർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബ്ലെൻഡർ റെഡിയാണ്. നല്ല സ്ട്രോബെറി ഇട്ട് തന്നെ തുടങ്ങാം. മെഴ്സിലീസിന്റെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഫ്രീസ് ചെയ്ത സ്ട്രോബെറീസ് ആണ് അത്. ഓക്കെ, അപ്പൊ പാറുക്കുട്ടി, ഇതാണ് നമ്മ പറഞ്ഞ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം. മധുരത്തിന് വേണ്ടി നമുക്ക് കുറച്ച് സിറപ്പ് ആഡ് ചെയ്ത് ആഡ് ചെയ്തു. കോഫി കുറച്ചും കൂടി ഒഴിച്ചു. മതി. പിന്നെ പാല്, നല്ല തണുപ്പുണ്ടോ? എല്ലാം ഒഴിച്ചു. ഓക്കെ, നൗ ഇറ്റ് ലുക്സ് ലൈക്ക് ഒരു ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. സോ പാറുക്കുട്ടിയും ഷെഫ് കൂടെ ഉണ്ടാക്കിയ റെഡ് വെൽവെറ്റ് ഫ്രാപ്പേ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ,
എന്തിന്റെ ടേസ്റ്റാ മുന്നില്? റെഡ് വെൽവെറ്റിന്റെ ടേസ്റ്റ് ആണോ, സ്ട്രോബെറിന്റെ ടേസ്റ്റ് ആണോ? രണ്ടിന്റെ ടേസ്റ്റ് ഉണ്ട്. രണ്ടിന്റെ ടേസ്റ്റ് ഉണ്ട്. ഏതായാലും ഇഷ്ടപ്പെട്ടു. അപ്പൊ അമ്മോട് പറഞ്ഞിട്ട് മെർസിലീസിന്റെ ഐസ്ക്രീം വാങ്ങിച്ച് വീട്ടിൽ ഫ്രീസറിൽ വെക്കുക, എന്നിട്ട് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഓൺ ദാറ്റ് ഹാപ്പി നോട്ട്. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ വേറൊരു കിഡിലും ഡിഷുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ഫ്രം മെർസിലീസ് ഐസ്ക്രീം മാജിക്. ബൈ.